തരുമ്പോ ഇങ്ങനെ ഇട്ട് തരുമ്പോ ചിലർക്കൊക്കെ അതൊരു പ്രശ്നം, അതൊക്കെ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യും. ഞാൻ പറയും നിങ്ങൾ ചോദിക്കണം, കാരണം ഹൈന്ദവന്റെ സംസ്കാരം ചോദ്യം ചെയ്യല. മറ്റുള്ളവരെന്താ പറയുന്നത്? ചോദ്യം ചെയ്യാതെ വിശ്വസിപ്പിൻ. അർജുനൻ എന്താ ഒരുപാട് ക്രോസ് ക്വസ്റ്റ്യനാ. കൃഷ്ണ മുളു അടിക്കേണ്ട കേട്ടോ വരെ രീതിയിൽ പറയുന്നുണ്ട്, ചോദിച്ചോണ്ടേ ഇരിക്കുക. അപ്പൊ ഭഗവാൻ അതിന് ആദ്യത്തെ അധ്യായത്തിൽ 47 ശ്ലോകവും ഭഗവാൻ അങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. രണ്ടാമത്തെ അധ്യായത്തിൽ 11ാമത്തെ ശ്ലോകം വരുമ്പോഴാണ് ഭഗവാൻ ഉത്തരം പറയുന്നത്. വിട് എടോ, എന്താ വിളിക്കുന്നത് അറിയോ? ഒരു ശാസ്ത്രം എടുത്തു നോക്കിയാലും അങ്ങനെ വിളിക്കുന്നില്ല. അപ്പൊ ആലോചിച്ച് നോക്കൂ, അത്രയും പൊട്ടത്തരാണ് ആരും ചെയ്യുന്നത്? അർജുനൻ. ആത്മതത്വം അറിയാത്തതിന്റെ കുഴപ്പ നമ്മളാണ് അർജുനന്മാരെ. നമ്മൾ കംപ്ലൈന്റ് പറയാ, ദേ ഗാന്ധീവം സംസദീ ഹസ്തേ, എനിക്ക് കൈ കുഴഞ്ഞിട്ട് എഴുതാൻ വയ്യാട്ടോ. കുട്ടി പറയുന്നത് അത് തന്നെയാ. അപ്പൊ എന്താ എനിക്ക് വയ്യ എന്ന് പറയുന്നത്? ഈ ജീവിതമാകുന്ന പ്രതത്തിൽ തളർന്നങ്ങിരിക്കുക, ആത്മതത്വം അറിയാത്തത് കൊണ്ട്. നേരെ മറിച്ച് അറിയാണ്, ഇവിടെ വന്ന ഇതൊക്കെയാണ് എന്റെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവിനെ പരമാത്മാവായ വിഗ്രഹത്തിലിരിക്കുന്ന ചൈതന്യത്തോട് അങ്ങോട്ട് ചേർക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. അതാണ് യോഗം, കൂടിച്ചേരൽ എന്ന് പറയുന്നത്. നമ്മൾ കുറെ യോഗം കാണുന്നുണ്ടല്ലേ, സാംഖ്യയോഗം, കർമ്മയോഗം. അതൊക്കെ എന്താ? ഈ ജീവാത്മാ പരമാത്മാ ചൈതന്യത്തിന്റെ ഐക്യം ക്ഷേത്ര ദർശനത്തിലൂടെ മാത്രമേ സാധ്യമാകൂ. അത് മതിയോ? പോരാ. എന്നിട്ട് പിന്നെ ജ്ഞാനപ്പാന എടുത്തു വെക്കണം, ഹരിനാമ കീർത്തനം ചൊല്ലണം. എന്തൊക്കെയാ പറയുന്നേ? ഊരിന്നു വേണ്ട നിജഭാരങ്ങൾ വേണ്ടതിനു, നീരിന്നു വേണ്ട നിജധാരങ്ങൾ വേണ്ടതിനു, നാരായണാച്യുത ഹരി എന്നതിനൊരുവ നാവൊന്നേ വേണ്ടു ഹരി. നാരായണായ നമഃ. ഒന്നും വേണ്ട, നാവ് മാത്രം മതി. പനി പറയുന്നു, നാവ് കൂടാതെ ജാതന്മാരായതോ. നാവില്ലാണ്ടാണ് ഒരു ജപിക്കാത്തത്. ഉദാഹരണത്തിന് നിങ്ങളുടെ നാട്ടുകാരനാ അല്ലെ? 4 യുഗപ്രഭാവന്മാര് മലപ്പുറം ജില്ലയിൽ ജനിച്ച് ജീവിച്ചവരാ. എഴുത്തച്ഛൻ തിരൂര്, വില്ലോമംഗലസ്വാമി, പിന്നെ മേൽപ്പത്തൂർ ഭട്ടേരിപ്പാട്, നമ്മുടെ പൂന്താനം അല്ലെ? ഇവിടെ എത്ര എടുത്താ പൂന്താനം ഇല്ല. അത് അവിടെ നിന്ന് സ്വർഗാരോപണം ചെയ്തു എന്ന് പറയുമ്പോ ഭഗവാൻ എത്ര എന്നാമേന എല്ലാവരോടും ചോദിച്ചു അത്രേ. ഭൂദാനത്തിന് ഇങ്ങനെ ഒരു ഭ്രാന്ത് പിടിച്ച പോലെ ഭഗവാൻ സ്വപ്നദർശനം കൊടുത്തു. എത്ര കാലമായി ഞാൻ വിളിക്കുന്നു, 90 വയസ്സായി, എത്ര പ്രാവശ്യം ഞാൻ ജപിച്ചു, എന്നെ കൊണ്ടുപോകണില്ലേ, വയ്യാണ്ടായി ഈ ശരീരം കൊണ്ട്. അപ്പൊ പറഞ്ഞുത്രേ ഓട്ടത്തില്, നാളെ ഞാൻ വരും ഭൂദാനം നിങ്ങളെ കൊണ്ടുപോകാന്. അവിടെ വന്നു. വരും ഇത് അമ്പർപ്പടിയിൽ പോയി നോക്കൂത്രേ. എല്ലാം കണ്ടിട്ടില്ലേ, ടീച്ച് വരുത്രേ അകത്തേക്ക് തന്നെ 4 കെട്ട. പിന്നെയും പോയി നോക്കൂത്രേ, ഭഗവാൻ അപ്പൊ വരും. എല്ലാരോടും പറയുന്നുണ്ട്, എന്നെ കൊണ്ടുപോകാൻ ഭഗവാൻ വരാന്ന് പറഞ്ഞു പോരുന്നു, എന്റെ കൂടെ വൈകുണ്ഠത്തിലേക്ക് പോരുന്നു. ആരും പോയില്ല, പ്രാന്താന്ന് വിചാരിച്ചു, 90 ആക്കുമ്പത്താന്ന് വിചാരിച്ചു. അപ്പൊ വേലക്കാരി കാണുന്നുണ്ട് ഈ ഭക്തി. അതാണ് പറഞ്ഞത്, ഏത് ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല. ഈ വേലക്കാരിയായ ആ സ്ത്രീ പറഞ്ഞുത്രേ, ഞാൻ വരുന്നുണ്ടേ, ഓടി പുറത്തേക്ക്. ദേ ഭഗവാൻ വന്നിരിക്കുന്നു, ഞാൻ പോവുകട്ടോ, വരുന്നവര് വന്നോളൂ പറഞ്ഞ് പുറത്ത് വന്നപ്പോ ആ വേലക്കാരി ഇതാന്ന് പറഞ്ഞു വരലും അവിടെ മരിച്ചു വീണു. അപ്പൊ എന്താ മരണം? ഇത്രയുള്ളൂ. ഈ ഒരു വസ്ത്രം നമ്മൾ ഉപേക്ഷിക്കുകയെ കീറിക്കഴിഞ്ഞ വിധിച്ചിടുന്ന കർമ്മമോടുമ്പോൾ പതിച്ചിടുന്നു ദേഹമോരേടത്ത്. വൃത്തിയായിട്ട് പോകാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തൊക്കെ കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യണോ അത് കഴിഞ്ഞാൽ ഈ ശരീരം ഇവിടെ പതിക്കും. പക്ഷേ ഉടലോടെ വിമാനത്തിലേക്ക് പൂന്താനത്തിലേക്ക് കൊണ്ടുപോയിട്ടെ. ഇപ്പൊ മനസ്സിലായില്ലേ, സംസ്കൃതം ഒന്നും ഒരു പ്രശ്നമല്ലാന്ന്. ഓത്ത് ശീലം ഇല്ലാത്ത കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് വേദമൊന്നും അറിയില്ലായിരുന്നു. ആ ഗുരുവായൂർ കൊടിമരച്ചോട്ടിലിരുന്നിട്ടേ അന്നൊന്നും ഇത്ര തിരക്കില്ല കേട്ടോ. സഹസ്രനാമം ജപിക്കുമ്പോ അമരപ്രഭോ എന്ന് വായിക്കല്ലേ പകരം മരപ്രഭോ. വിഷ്ണു സഹസ്രനാമത്തിൽ ഒരു എഫ് ഇട്ട് വെച്ചിട്ട് ഈ എഫ് ഒക്കെ ആണ്. അപ്പോ മരപ്രഭോ എന്ന് ചെയ്യപ്പോ മേൽപ്പത്തൊരു പരിശുദ്രേ എന്താ വായിക്കണേ, അമരപ്രഭു എന്ന് വായിക്കൂ. ആഗ്രഹം ആ സംസ്കൃതത്തിൽ മേൽപ്പത്തൂര്. അപ്പൊ ശരി ഉണ്ടായിത്രേ, മേൽപ്പത്തൂര് അമരപ്രഭു മരപ്രഭു എല്ലാതും ഞാൻ തന്നെയാണ് കേട്ടോ. തെക്കേ നാട്ടിൽ പോയി നോക്കിയിട്ടുണ്ടോ, അവിടെ അമരപ്രഭുവിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മരപ്രഭുവായിട്ട് ഭഗവാൻ മാറി. മഞ്ജുള എത്രയോ ധ്യാനിച്ചു നിൻ മഞ്ജുള രൂപത്തിൽ ചാത്തുവാനായി മാലയുമായി നേരം വൈകിയെത്തി മായക്കണ്ണൻ മാല കെട്ടി മൂടാൽ. മഞ്ജുള എന്ന് പറയുന്ന സ്ത്രീ
മാലയൊക്കെ പിരിക്കാൻ പഠിക്കണം. യൂട്യൂബിൽ വീഡിയോസ് ഉണ്ട്, ഞാൻ പഠിപ്പിച്ചു ഇപ്പൊ ഒരാഴ്ചയായിട്ട്. മാല കിട്ടുന്ന വരച്ചേരം അവിടെ ഇല്ല. കൃഷ്ണൻ എന്ത് മാല ചാർത്തണം, ഒരു 5-8 കൃഷ്ണന്മാരുണ്ടേനു. അപ്പൊ ഞാൻ സെർച്ച് ചെയ്ത് ഒരു വീഡിയോ അയച്ചു കൊടുത്തു. രാമ ചേച്ചി മാല കെട്ടാൻ പഠിച്ചു, മാല കെട്ടി ചാർത്തി. ഇവർ പിരിക്കല, അത്രേ ഉള്ളൂ. അതൊക്കെ വലിയ ഭാഗ്യട്ടോ. ഭഗവാന് വേണ്ടി ഈ കൈകൊണ്ട് എന്തെങ്കിലും ചെയ്യാം. അച്ഛനും ചെയ്യാൻ ആ കൈകൾ കിട്ടിയേനെ. ഈ മഞ്ജുള എന്നും മാലയൊക്കെ കെട്ടും, പക്ഷെ ലേറ്റ് ആയിട്ടൊക്കെ വരുള്ളൂ. ചിലരങ്ങനെയാ. അതാ മഞ്ജുളാനെ ഇടയ്ക്ക് നടത്തിയിട്ട് പോകുമ്പോ കണ്ടില്ലേ, ആ മഞ്ജുളയെ പോലെ ഒരു മാലയെങ്കിലും കെട്ടി ആ ഭഗവൻ വിഗ്രഹത്തെ വീട്ടിലുണ്ടാവും കൃഷ്ണൻ. ചിലർ ഷോക്കേസിലൊക്കെ വെക്കുന്നത് കണ്ട മുക്കിലും മൂലയിലും ഒക്കെ ഉണ്ട്. ഇരുന്നോട്ടെ, പക്ഷെ അതിനെ നമ്മൾ ആരാധിക്കണം. ആരാധനയോടുകൂടി വിളക്ക് കാണുന്ന സ്ഥലങ്ങളിൽ വെക്കണം. ഉത്തർപ്രദേശിൽ പോയ ഗോപികമാരും മുക്കിലും മൂലയിലും കൃഷ്ണൻ വിഗ്രഹങ്ങൾ വെച്ച് ആരാധിച്ചുകൊണ്ടിരിക്കാറ്. ഇപ്പോഴും ഗോപീസ് ഉണ്ട്. ഗോപികമാർ അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നില്ല. അമ്മമാരാണ് പറയാ, എനിക്ക് വായിക്കാറില്ലേ ടീച്ചറെ, ഇവിടെ വരുമ്പോ മന്ത്രം ചൊല്ലണം. മറ്റൊന്നാ, നമുക്ക് മന്ത്രം അറിയില്ലല്ലോ വായിക്കാൻ. ഒന്നുമില്ല, ഭഗവാന്റെ മൂലമന്ത്രം നിങ്ങളുടെ നോട്ടീസിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിൽ ചെറിയൊരു പ്രശ്നം ഉണ്ട് കേട്ടോ. അവസാനം ഒരു നമ്മ അവിടെ വേണ്ട. കാരണം കൃഷ്ണന്റെ മൂലമന്ത്രം ഓം നമോ നാരായണായ, അഷ്ടാക്ഷരി മന്ത്രം. 8 അക്ഷരേ ഉള്ളൂ. വീണ്ടും നമ്മ നമുക്കത് 10 അക്ഷരാവും. പിന്നെ മറ്റൊന്ന് ദ്വാദശാക്ഷരി മന്ത്രം. ധ്രുവന് മോക്ഷം കൊടുത്തു. 5 വയസ്സായ കുട്ടിയാ. അപ്പൊ അമ്മയോട് പോയി പരാതി പറയാ, അച്ഛൻ എന്നെ മടിയിൽ ഇരുത്തിയില്ല. അപ്പൊ അമ്മ പറയാ, സാരമില്ല, അവിടെ ഇരുന്നോട്ടെ. അപ്പൊ പറയാം, അതൊന്നും പോരാ, എന്റെ അച്ഛനല്ലേ, എനിക്ക് ഇരിക്കണം. കുട്ടികൾ അങ്ങനെയാണല്ലോ ചിന്തിക്കുക. അപ്പൊ ഉപദേശിച്ചു കൃഷ്ണന്റെ കഥയൊക്കെ പറഞ്ഞ് കുറെ കൊടുത്ത് വളർത്തിയതാ. ഞാൻ തപസ് ചെയ്താൽ എല്ലാം കിട്ടുമല്ലേ അമ്മേ? ആ കിട്ടും, എന്നാ ഞാൻ തപസ്സിന് പോവാ. അമ്മ പ്രതീക്ഷയില്ല. 5 വയസ്സായ നീ തപസ്സിന് പോവേ, മിണ്ടാതെ അവിടെ ഇരുന്നോന്നൊക്കെ പറഞ്ഞു. സുനീതി ആലോചിച്ച് നോക്കൂ. വലിയമ്മടെ ചെറിയമ്മടെ പേര് സുരുചി. രുചിയുടെ പുറകെ പോകുന്നതാ. ആകെ പ്രശ്നം എല്ലായിടത്തും. ഇനിയോ സുനീതി, നീതി മനസ്സിലുള്ളവളായിരുന്നു ഗുരുവന്റെ അമ്മ. കുട്ടി പോകണ്ട, അത്ര വലിയ തടച്ചിലൊന്നും ഉണ്ടായില്ല. കാട്ടിലൂടെ പോകുമ്പോ വരുന്നു നാരായണ നാരായണ, എല്ലായിടത്തും എത്തൂലോ. എങ്ങോട്ടാ മോനെ നീ പോണേ, കുഞ്ഞൊരു കുട്ടി പറഞ്ഞു, ഞാൻ തപസ് ചെയ്യാൻ പോവാ. ഈ പ്രായത്തിലോ കുറേ തിരിച്ചയക്കാൻ വേണ്ടി നോക്കി, സമ്മതിച്ചില്ല. ആ ഒരു കുറച്ച വിശ്വാസം, കുറച്ച ഭക്തി, അങ്ങനെ വേണം അമ്പലത്തിലേക്ക് വരാൻ. ഞാനത് നേടും കൃഷ്ണ, അങ്ങയെ ഞാൻ നേടും. അങ്ങനെ മന്ത്രം ഞാൻ പറഞ്ഞില്ലേ, ഈ മന്ത്രം ദ്വാദശാക്ഷരി മന്ത്രം അത്രേ അറിയണ്ടു, ഒന്നും അറിയണ്ട. ഓം നമോ നാരായണായ. അങ്ങനെ നിന്ന് സന്ധിക്ക് നിങ്ങൾ ആ വാതിൽ തുറക്കോളം ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. ഓനിറ്റുഷ്ട ഭഗവാന്റെ മൂലമന്ത്രമായ ഓം നമോ ഭഗവതേ വാസുദേവായ. ദ്വാദശാക്ഷരി 12 അക്ഷരങ്ങളാ. ഒരുപാട് തത്വങ്ങളുണ്ട്. ഒറ്റക്ഷരം ഓംകാരം, 2 അക്ഷരം രാമ, 3 അക്ഷരം ഗോവിന്ദ, 4 അക്ഷരം നാരായണ, 5 അക്ഷരം നമശിവായ, 6 അക്ഷരം ശരവണഭവായ നമ. ഇങ്ങനെ അറിവ് എല്ലാം അറിയണം. സുബ്രഹ്മണ്യ കോവിലാണെങ്കിൽ അതെ സുബ്രഹ്മണ്യ രായ എന്നാ പറയാ. ഓം ശരവണഭവായ നമ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ കുട്ടി തപസ് ചെയ്യാൻ തീരുമാനിച്ചപ്പോ പറഞ്ഞു കൊടുത്തു നാരദ മഹർഷി പറഞ്ഞു കൊടുത്തതാ, നിനക്ക് മന്ത്രം അറിയോ? മന്ത്രമൊന്നും അറിയില്ലേ, ഞാൻ തപസ് ചെയ്യാൻ പോവാ. അപ്പൊ എന്നാ ഒരു മന്ത്രമൊക്കെ അറിയണം. മന്ത്രം ജപിച്ചാലേ ഭഗവാൻ വരൂ. കണ്ടോ, കുട്ടിയാണെങ്കിലും എത്ര വയസ്സായ ആളാണെങ്കിലും അമ്പലത്തിൽ വന്ന വെറുതെ ഇങ്ങനെ തൊഴുത് നിന്നാ പോരാ. തൊഴുത് നിൽക്കുന്നതിന് ശക്തി ഉണ്ട് കേട്ടോ. ഈ വിരലുകൾ ഇങ്ങനെ ചേർത്ത് നമ്മൾ തൊഴുത് നിൽക്കുമ്പോ മാത്രം, കാലിന്റെ വിരലുകൾ ചേർത്ത് വെക്കുക തൊഴുത് നിൽക്കുമ്പോ മാത്രം. അപ്പൊ എന്താണോ നമ്മുടെ ബ്രെയിനിൽ ഒരു പ്രത്യേക എഫക്റ്റ് ഉണ്ടാവുന്ന വേദമന്ത്രങ്ങളിൽ പറയുന്നത്. മാത്രമല്ല, നിങ്ങൾ ഇങ്ങനെ കൂപ്പിത്തൊഴാറില്ലേ പണ്ട്? ഈ ക്ഷേത്രങ്ങളുടെ രൂപം നമ്മൾ ഇങ്ങനെ തൊഴുത് നിൽക്കുന്നത് പോലെ ഒരു വൈമാനം ഇതുണ്ടാവുമല്ലോ താഴികക്കുടമൊക്കെ. ഗോപി വസ്ത്ര അപഹരണ സമയത്ത് ആ വസ്ത്രങ്ങളെല്ലാം എടുത്ത് ഇതിന്റെ മുകളിൽ കയറിയിരുന്നപ്പോ കുറെ പറഞ്ഞു, കൃഷ്ണ വസ്ത്രം തരൂ, വീട്ടിലേക്ക് പോണ പോയിക്കോളൂ. എന്താ ഈ ശരീരബോധം വിടാനാണത്രേ. ഇപ്പൊ ഓരോരുത്തരും എന്നോട് പറയും, നിങ്ങളുടെ ക്ഷേത്രങ്ങളിലൊക്കെ എന്താ വരച്ചു വെച്ചിരിക്കണേ? അപ്പോ നഗ്നമായ ചിത്രങ്ങളെ അവർ പരിഹസിക്കുന്നത്. പക്ഷേ ഈ നഗ്നമായ ചിത്രങ്ങൾ കണ്ടാലും അയ്യെന്ന് പറയാത്ത ഭാവത്തിലേക്ക് നമ്മൾ എത്തണം. ആ ശരീരബോധം വിടണം. കാരണം ഈ ശരീരം നശിക്കുന്നതാ. 10 വയസ്സായ പ്രായത്തിൽ നിങ്ങളുടെ ശരീരങ്ങളല്ലല്ലോ ഇപ്പൊ ഇരിക്കുന്ന പോലെയാണോ 10 വർഷം കഴിഞ്ഞാൽ? ഇത് മാറും. മാറ്റമുള്ളത് സത്യമല്ല, സത്യമുള്ളതിന് മാറ്റമില്ല. അപ്പൊ സത്യമായത് എന്താ? ഭഗവാൻ മാത്രമേ സത്യമുള്ളൂ. ഇതിനുള്ളിലിരിക്കുന്ന ആത്മാവ് സത്യമാണ്, അതിനൊരു മാറ്റവും ഇല്ല. അത് അങ്ങനെ ഭഗവാനിലേക്ക് ഉയർത്തുക. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ട് നമ്മൾ ആത്മീയമായ ഉന്നതി കിട്ടണം എന്ന് പറയുന്നത്. ഈ ആത്മാവിനെ ഇങ്ങനെ ഉയർത്തുക. ഗോപികമാരോട് പറഞ്ഞു
ഇവര് കയറി വരും എന്നാ തരാന്ന്. അപ്പൊ നമ്മൾ പറയും അയ്യേ, പക്ഷെ ആ ശരീരബോധം വിട്ടാലേ നിങ്ങൾക്ക് ഭഗവാനെ കിട്ടൂന്നാണ് ഭഗവാൻ അതിൽ പറയുന്നത്. അപ്പൊ പറഞ്ഞൂത്രേ ഇവര് കയറി വരൂ പറഞ്ഞപ്പോ അവര് ഈ ആമ്പലൊക്കെ പൂത്ത് നിൽക്കുന്ന ആമ്പലിന്റെ ഇല ഇങ്ങനെ എടുത്ത് പൊത്തി പറിച്ചു വന്നൂത്രേ. അപ്പോ ഭഗവാൻ പറയാത്രേ രണ്ടു കൈ കൂപ്പി തൊഴുക വേണം. അപ്പൊ എന്തേ രണ്ട് കൈ ഇങ്ങനെ എടുത്ത് രണ്ടു കൈ കൂപ്പി തൊഴുന്ന നേരം അമ്പലീലയങ്ങു പാറിപ്പോയി. ഇതൊക്കെ തിരുവാതിര പാട്ടാ. ഇപ്പൊ തിരുവാതിരയിൽ ഇതൊക്കെ സുഖല്ലേ, എത്ര വലിയ കൊള അവിടെ വന്ന് ഭഗവാന്റെ തിരുവാതിര പറഞ്ഞ മഹാദേവന്റെ നാളാ, കാമദേവന്റെ പുര കുളിക്കല. അപ്പോ ആ സമയത്ത് ഇങ്ങനെ തുടിച്ച് കുളിക്കുന്നത് ഫുള്ള് എന്താണെന്നറിയോ, ഭഗവാന്റെ കീർത്തനങ്ങളാ. അനുമാസത്തിൽ തിരുവാതിര ഭഗവാൻ തന്റെ പിറന്നാളല്ലോ, തുടിക്കണം പോൽ കുളിക്കണം പോൽ ഉണരുണരൂ ഭഗവാൻ. ഇതൊക്കെ പഴയ ആൾക്കാർക്ക് ഓർമ്മ വരും, അവരൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങളാ. പക്ഷെ ഇപ്പോഴത്തെ തലമുറക്കെല്ലാം നഷ്ടമായി. എന്താണ്, ഒന്നും നേടുന്നില്ല. കാരണം ആത്മീയമായ ഒരു സംസ്കാരത്തിൽ ഊന്നി ജീവിക്കണമെങ്കിൽ ക്ഷേത്ര സംസ്കാരം വേണം. എന്തിനാ ക്ഷേത്രങ്ങൾ പണിതത്? ഈ ക്ഷേത്ര സംസ്കാരത്തിനോട് ചേർന്നിട്ടായിരിക്കണം നമ്മളുടെ ജീവിതം ചിട്ടപ്പെടുത്തുന്നത്. ഇപ്പൊ മറ്റുള്ളവരുടെ കാര്യം പറയുമ്പോൾ പറയും ടീച്ചർ എന്തിനാ അതിങ്ങനെ പറയും. അവരുടെയൊക്കെ ജീവിതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ. രാവിലെ 5 മണിക്ക് ഉണരണം, അതിലൊരു പ്രാർത്ഥന നടത്തണം, പള്ളിയിൽ പോയിട്ട് അവർ പ്രാർത്ഥിക്കുന്നത്. ആ പോസിറ്റീവ് നമ്മൾ എടുക്കണം. നമ്മുടെ ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരണം. പിന്നെ അപ്പൊ പറയും കുളിക്കാൻ വലിയൊരു വാദാണ് ടീച്ചറെ, കുളിക്കണം എന്ന് പറയുന്നില്ലേ. നോർത്ത് ഇന്ത്യൻസിനെ നോക്കൂ, ഹിമാലയ സാധനങ്ങളിൽ ഇരിക്കുന്നവർ കുളിച്ചിട്ടാണ് അവിടെ പറക്കും ഐസ് പോലെ. രാവിലെ നിന്നിട്ട് നമ്മൾ വേണ്ട ഭാഗമൊക്കെ ഇതിൽ ചെയ്യണത് തന്നെ ശരി, ശുദ്ധാക്കുക, കൈകാലം നോക്കും കഴുകുക, എന്നിട്ടോ ടോയ്ലറ്റിൽ പോവുക, തലയിൽ ഒരു തുള്ളി വെള്ളം തളിച്ചാൽ മതി. ഗംഗേ ജയോനി ജൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു. ഇതൊന്നും അറിയില്ലെങ്കിലും അമ്മ ഗംഗാദേവി ശരീരം മനസ്സും ശുദ്ധാക്കിയാലേ. അമ്പത്തേക്ക് വരുമ്പോ 5 ശുദ്ധി വേണം. എന്താ വേണ്ടേ? ആദ്യം കുളിക്കും, ശരീരവും മനസ്സും ശുദ്ധാക്കി കുളിക്കുക. ശരീരശുദ്ധി, മനഃശുദ്ധി, ആഹാരശുദ്ധി, വാക്ശുദ്ധി, രണ്ടും വാഴയുടെ ഉള്ളിലാ കിടക്കണേ. നല്ല ഭക്ഷണം കഴിക്കുക, നല്ല വർത്തമാനം പറയാം, കർമ്മശുദ്ധി. ഈ 5 ശുദ്ധി ഇല്ലാതെ നിങ്ങൾ വന്നു കയറിയിട്ട് യാതൊരു കാര്യമില്ല. ഇതെങ്ങനെയാ കർമ്മശുദ്ധി പറഞ്ഞാൽ ഞാനൊരു മോശമായ കർമ്മം ചെയ്യില്ല, ഒരു വെറുതെ ഒരു പൂച്ച പോവാ കൊടുത്ത് ഒരു കല്ലെടുത്തിട്ട് കർമ്മശുദ്ധി കഴിഞ്ഞില്ലേ. എല്ലാവരിലും ഞാനാണെന്ന് ഭഗവാൻ എങ്ങനെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് നമ്മളത് പാലിക്കുന്നില്ലെങ്കിലോ. അപ്പൊ ഈ 5 ശുദ്ധി ഇല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരണ്ട. എനിക്ക് അമ്മാനി മാനതവും മാന്യോ, എനിക്ക് വരുന്നവനും വരാത്തവനും ഒരുപോലെയാ. ഇതെന്തിനാ വരുന്നത്? നമുക്ക് സുഖം കിട്ടാനാണ് നമ്മൾ വരുന്നത്. ഭഗവാൻ സുഖം കിട്ടാൻ നമ്മൾ വരണോ? ഈ കത്തിജ്വലിക്കുന്ന സൂര്യനായി നിൽക്കുന്ന ഭഗവാന് നമ്മൾ വിളക്ക് വെച്ചിട്ട് വേണോ? വേണ്ട. പിന്നെ ആർക്കാ? ആ ശ്രീലകത്ത് അങ്ങനെ നിർമ്മാണിയിൽ തുറക്കുമ്പോ ഇരുട്ടാവും, അവിടെ ഒരു വിളക്ക് വെച്ചാലേ നമുക്ക് കാണാൻ കഴിയും. അതിനു വേണ്ടിയില്ല. ഇനിയിപ്പോ വിളക്കിന്റെ സങ്കല്പം തന്നെ നോക്കൂ. വിളക്ക്, ശംഖ് മണി വിളക്ക്, അവ നിലത്ത് വെക്കരുത്. അറിയാനായിട്ടായിരിക്കും ഒരു പ്ലേറ്റിലാണ് വെക്കാറുള്ളത്. ഇതൊക്കെ പല അമ്പലങ്ങളിലും സംഭവിക്കുന്നതാണ് കേട്ടോ. പക്ഷെ അത് പരിഹസിക്കുന്നതല്ല, എനിക്ക് അറിവ് പറഞ്ഞു തരുന്നത് മാത്രം. ശംഖ് മണി വിളക്ക് ഗ്രന്ഥം തിരുമേനി കണ്ടിട്ട ഒരു തളിക ഉണ്ടാവും, അതിലുണ്ടാവും മണി പിടിക്കുന്നത്, ശംഖ്, പിന്നെ ഗ്രന്ഥം കൂടെ കൊണ്ട് നടത്തില്ല, ഗ്രന്ഥവും അത് താഴെ വയ്ക്കുക. ഇതൊക്കെ ഭാരം ഭൂമിക്ക് താങ്ങില്ല എന്നാ പറയാ. അതുകൊണ്ട് ഈ വിളക്കിൽ എന്താ സംഭവം എന്നറിയോ? ത്രിമൂർത്തികളെ കത്താതെ ഇരിക്കുന്ന ഒരു വിളക്കിൽ ത്രിമൂർത്തികളാ. ഇവിടെ അറിയാതെ പക്ഷേ നിങ്ങൾ പ്രദക്ഷിണം വയ്ക്കാറില്ലേ? ഇപ്പൊ ചൊല്ലാനൊരു മന്ത്രമുണ്ട്. മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണി അഗ്രതാ ശിവരൂപായ അക്ഷരാജയതേ നമഃ. നമ്മൾ എഴുതിക്കും എല്ലാവരും ചൊല്ലിക്കോട്ടെ അറിയാത്തവരും കൂടി. അങ്ങനെ അറിവ് മറ്റുള്ളവർക്ക് പകർത്തി കൊടുക്കുക. മൂലതോ ബ്രഹ്മരൂപായ, അടിയിൽ ബ്രഹ്മാവാണ്. സൃഷ്ടി സ്ഥിതി സംഹാരം ഏറ്റവും ആദ്യം തുടങ്ങുമ്പോൾ മുളയ്ക്കുന്ന സമയം സൃഷ്ടി, സ്ഥിതി ആ തണ്ടിന് നടുവിലായിട്ട്, സംഹാരമൂർത്തിയായ ശിവനാണ് മുകളിൽ എന്നാ പറയാ. ഇനി ആ വിളക്കണ്ട് കത്തിച്ചാലോ അതിന് 3 ദേവതകളും കൂടി കൊള്ളുന്നു. അതായത് ഈ ദീപം കത്തിച്ചു കഴിഞ്ഞാൽ അതിനൊരു ചൂടുണ്ട് അല്ലേ? ഈ ചൂട് എന്ന് പറയുന്നത് പാർവതി ദേവിയാണ്, മഹാദേവന്റെ ചൂടായ പാർവതി ദേവി. ഇതിന് ഈ നാളം ഇങ്ങനെ ആളിക്കൊണ്ടിരിക്കുന്ന നാളല്ലേ അഗ്നി, ആ അഗ്നിനാളം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയാണ്. അതെന്താ? അഗ്നിയുടെ കളർ നോക്കൂ,
അല്ല ഗോൾഡൻ കളറല്ലേ, കുട്ടികളത് കണ്ടിട്ടല്ലേ പിടിക്കാം. നാണയത്തിന്റെ സ്വർണ്ണ നാണയത്തിന്റെ കളറല്ല, ചെറിയ നാണയം നമ്മൾ ഉപയോഗിക്കുന്നു. ഗോൾഡൻ കളറല്ലേ. ലക്ഷ്മി എന്ന് പറഞ്ഞ എന്താ ധനല്ലേ, ലക്ഷ്മി ദേവിയാണത്. ആ വിളക്ക് കെട്ട എല്ലാം കഴിഞ്ഞു. പിന്നെയോ ആ വിളക്കില് പ്രകാശം പുറത്തേക്ക് വരുന്നുണ്ട്. കത്തിച്ച ഈ പ്രകാശം സരസ്വതി ദേവിയാണ്. കാരണം പ്രകാശം ചിലർ പറയില്ലേ ഒരു വെളിച്ചം വെച്ചിട്ടില്ലാന്ന്, അതിന്റെ സംഭവം തലയൊന്നും ഉണ്ടാവില്ല. വാ വെള്ളി വരെ പൂജ്യം അടുത്തുകൂടെ പോകാൻ എന്താ ചെയ്യാ, അതെന്താ മേധ ആയി നമ്മുടെ തലയിൽ വിളങ്ങുന്നത്. മേധാസൂക്തം നമ്മുടെ വേദത്തിൽ പറയുന്നതാ, ജിഹ്വാമേ മധുമത്തമ, എന്റെ നാവിൽ തേൻ പുരട്ടിയ വാക്കുകൾ വരേണമേ. അതാണ് ഹൈന്ദവന്റെ പ്രാർത്ഥന. ഭദ്രം പശ്യാമി, അപ്പോ ഞാൻ കാണുന്നതെല്ലാം ഭദ്രമായിരിക്കണമേ. ഓരോരോ സൂക്തങ്ങൾ എടുത്ത് ഇങ്ങനെ ചൊല്ലുമ്പോഴാണ് എത്ര ഉന്നതനാണ് നമ്മൾ ഹൈന്ദവർ എന്ന് മനസ്സിലാക്കുക. ഇതൊന്നും പഠിക്കാനാലോ ഒന്നും അറിയില്ല. വിളക്കിന്റെ തത്വം മനസ്സിലായില്ലേ? ഇനി അഗ്നി നാമങ്ങളെ നാമം അഗ്നിയെ പോലെ. ഈ അഗ്നി ഇങ്ങനെ വെക്കുമ്പോ എവിടുന്നാ വരണേ, ഇങ്ങനെ നടക്കുമ്പോ എങ്ങടാ പോണേ നമുക്കറിയില്ല. ഇവിടെ നിറയെ അഗ്നി നിറഞ്ഞു നിൽക്കുന്നില്ലേ? നമ്മളുടെ അധീനതയിലല്ല ഇതൊന്നും. ഈ ശരീരം നമ്മൾ എന്റെയാണെന്ന് പറയും. എന്റെ ആണെങ്കിൽ ഞാൻ പറയുന്നത് ഈ ശരീരം കേൾക്കണ്ടേ, മുടി നരയ്ക്കാൻ പാടുണ്ടോ, അല്ലെങ്കിൽ ഈ ശരീരം ഇങ്ങനെ വളഞ്ഞു കുത്തി മെലിഞ്ഞിടാവാൻ പാടുണ്ടോ, ശരീരം ശോഷിക്കാൻ പാടുണ്ടോ? അത് സംഭവിക്കുന്നില്ലേ? പിന്നെ എന്തേ ഉള്ളൂ, ആത്മീയമായ ഉന്നതി ഉണ്ടെങ്കിൽ ശരീരത്തിന്റെ ചുതികളൊന്നും പ്രശ്നമല്ല. പിന്നെ ഇങ്ങനെ വേണം. ഗീതയിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ആത്മാവിനെ ഉദ്ധരിക്കണം. ഉദ്ധരേതാത്മനാത്മാനം ആത്മാനമവസാദയേ ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവാരിപുരാത്മനാ. അപ്പൊ നമ്മുടെ ശത്രു ആരാ? നമ്മളെന്നെ. ബന്ധു നമ്മളെന്നെ. ഉദ്ധരേതാത്മനാത്മാനം, നിങ്ങളുടെ ആത്മാവിനെ ഉയർത്തണം. ഇപ്പഴെല്ലാം പറഞ്ഞില്ലേ, നിങ്ങളൊക്കെ മനസ്സൊരു പാലാഴിയാണ്, അതിങ്ങനെ കടഞ്ഞോണ്ടിരിക്കുക. പാലാഴി കടഞ്ഞപ്പോ ആദ്യം എന്താ കയറി വന്നത്? താളംകൂടെ വിഷമാണ് വന്നത്. നമ്മളെ മനസ്സിലൂടെ കൊണ്ടുവന്ന അമ്മ ഇരിക്കുകയല്ലേ, ഒരു കഷ്ടാണ്. കുറച്ചൊക്കെ അങ്ങനെ കേട്ട് ഒരു ശ്ലോകമൊക്കെ അങ്ങനെ കേട്ട് ഇതായി വരുമ്പോ കുഴപ്പമില്ലല്ലോ. പിന്നെന്താ പൊന്തി വന്ന് കാളകൂടം കഴിഞ്ഞിട്ട് രാവതം വന്നു, ഉച്ചീശ്രവസ് വന്നു, ഭഗവാന്റെ കൗസ്തുഭം, ഭഗവാന്റെ രത്നമാല കൗസ്തുഭമൊക്കെ ഈ ക്ഷീരസാഗരം കളയുമ്പോൾ കിട്ടിയതാ. പിന്നെ അങ്ങനെ ഓരോരുത്തരും കയറി വന്നു. പറഞ്ഞു, ദേവന്മാര് പറഞ്ഞു ഈ അപ്സരസുകളൊക്കെ ഞങ്ങളതാണ്. ഭഗവാൻ പറയുന്നത് കൊണ്ടേക്കോളി, എനിക്ക് വേണ്ട, ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു മഹാദേവൻ ചന്ദ്രകല വന്നപ്പോൾ എടുത്തു വെച്ചു. അവസാനം മാത്രം പിന്നെയാണ് ലക്ഷ്മി ദേവി വന്നു. വർണ്ണമാലയും കൊണ്ട് ഓരോരുത്തരും ഇങ്ങനെ ഉക്കിട്ടോളൂ. അവസാനം ഭഗവാന്റെ ഭഗവാൻ തിരിഞ്ഞു. കാരണം പ്രാർത്ഥന വേണ്ട പറഞ്ഞപ്പോ ഭഗവാന്റെ കരുത്തിൽ കൊണ്ടേട്ടു. ലക്ഷ്മി അങ്ങനെയൊക്കെ എനിക്ക് വേണ്ട അത്രയൊക്കെ മതിയെന്ന് കരുതുന്നതോടെ പിന്നാലെ കൂടും, ഇഷ്ടം പോലെ ഉണ്ടാവും. എനിക്കെന്ന് കരുതി ഒക്കെ പിടിച്ചു വെക്കില്ലേ, അത്രേ ഉള്ളൂ. ആർക്കും കൊടുക്കാതെ സമ്പാദിക്കുന്നത് മുഴുവൻ ഞാൻ തന്നെ. ആലോചിച്ച് നോക്കൂ, അത് എന്താ അർത്ഥമാണ്? നമ്മൾ അധ്വാനിക്കുന്നത് മുഴുവൻ എനിക്കും എന്റെ കുട്ടികൾക്കും മക്കൾക്കും മാത്രം. ഒരു 10 പൈസ അമ്പലത്തിൽ ചെന്ന് ചോദിച്ചാൽ അത് കൊടുക്കില്ല. സത്തുക്കള് ചെന്ന് ചോദിച്ചാൽ ഒന്നും കൊടുക്കുന്നില്ല എന്ന് ഞാനപ്പാണ് എന്നോ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവരുടെ എന്തുണ്ടല്ലോ ഒറ്റ നിമിഷം കൊണ്ട് മാളികമുകളേറിയ മന്നണ്ടി മാറപ്പുകീറ്റും ഭഗവാൻ. അതുകൊണ്ട് കൊടുക്കാനുള്ള സംസ്കാരമാണ് ഹിന്ദുവിനുള്ളത്. രാമായണം നോക്കൂ, ശ്രീരാമചന്ദ്രൻ എന്താ പറഞ്ഞത്? അമ്മ പറയാ, അതെ ആ രാജ്യം അമ്മ എന്തിനാ പറയാൻ ഇത്ര ബുദ്ധിമുട്ടണേ? എനിക്കിപ്പോ ഹണിമൂണിന് പോവല്ലേ, സീതയുടെ കൂടെ വേണ്ട, ഇവിടെ ഞാൻ രാജ്യം ഭരിച്ചാൽ അതിന് പറ്റുമോ? അതും നിങ്ങളുടെ അപ്പോ ആൾക്കാരൊക്കെ പോണില്ലേ, കാട്ടിലേക്ക് പോയിക്കോളാം. സുഖായില്ലേ? സുഖമായി, എനിക്ക് സുഖമായി, രാജ്യഭാരം ഒഴിവാക്കി തന്നില്ല, അമ്മയ്ക്ക് എന്നോട് ഇഷ്ടം കൊണ്ടാണെന്ന് പറഞ്ഞു. സുഖമായിട്ട് അങ്ങോട്ട് പോയി. ഒഴിവാക്കാൻ എല്ലാം ത്യജിക്കാൻ, അതാണ് പറഞ്ഞത് ഭക്തി വൈരാഗ്യം, ജ്ഞാനം ഭക്തി. അതായത് ഭക്തി ജ്ഞാനം വൈരാഗ്യം. ഭക്തി ഉള്ളവൻ എന്ത് ചെയ്യും? ജ്ഞാനം അറിവ് നേടും. ഇത് മുൾക്കിരീടാണെന്ന് മനസ്സിലാക്കിയ വൈരാഗ്യം ഉണ്ടായി അതൊക്കെ ത്യജിക്കാൻ പഠിക്കും. ഈ 3 കാര്യമാണ് നമ്മളതിനെ ഇങ്ങനെ പറഞ്ഞ് അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി പ്രതിഷ്ഠ എന്താണെന്നുള്ളത് പറഞ്ഞു. പ്രതിഷ്ഠാ ദിനത്തിന്റെ അന്ന് ഇപ്പൊ കലശക്കാരിയില്ലേ, എന്താ ഈ ദേവചൈതന്യം ലോപിച്ച വർഷാവർഷം നമ്മൾ എന്ത് ചെയ്യും? മന്ത്രപുരസ്സരം ഓരോ കലശം കുടത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് കേട്ടോ. മരിച്ചു കഴിഞ്ഞാൽ കുട വയ്ക്കുന്നുണ്ടല്ലേ? ഈ കുടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് തുല്യ. അതിനുള്ളിൽ നിറയ്ക്കുന്ന ആത്മാവാണ് ആ വെള്ളം. ആ വെള്ളം മന്ത്രപുരസ്സരം നിറയ്ക്കുന്നതാ. ചിലത് ദിവ്യ കലശം എന്നൊക്കെ പറയും. അതിലെ തൈരും മോരും അതിന്റെ ദ്രവ്യങ്ങളൊക്കെ ഉണ്ടാവും. ഇലകള് 5 തരം ഇലകളൊക്കെ ഇടുന്ന പറയാ. ഇത് ചേർത്തിട്ട് എന്ത് ചെയ്യും? ഭഗവാന്റെ ആ വിഗ്രഹത്തിലൂടെ കലശം ദർശനം പ്രധാനം എന്ന് നോട്ടീസിൽ കാണാറുണ്ട്. മറ്റൊന്ന്, ഇങ്ങനെ വന്ന് തൊഴുമ്പോ ആ ചൈതന്യം
നമ്മളുടെ ഗ്രാമത്തിലേക്ക് മതിൽക്കെട്ട് കഴിഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്ന. അപ്പൊ നമുക്ക് ഓരോ വീടുകളിലേക്കും ആ ചൈതന്യം വരും. ഈ ചൈതന്യ ലോകം സംഭവിക്കാതിരിക്കാൻ വർഷാവർഷം എന്ത് ചെയ്യുന്നു? പ്രതിഷ്ഠാ ദിനം ആഘോഷിക്കുന്നു. പ്രതിഷ്ഠാ ദിനത്തിന്റെ അന്ന് ഈ വക എല്ലാവിധ മന്ത്രങ്ങളും നിറഞ്ഞ ഒരുപാട് ചടങ്ങുകൾ ചെയ്യുന്നു. അതാണ് പ്രതിഷ്ഠ. ക്ഷേത്രം എന്താണെന്ന് മനസ്സിലായില്ലേ? ക്ഷേത്ര ദർശനത്തിന്റെ പ്രാധാന്യം മനസ്സിലായില്ലേ? എന്തെങ്കിലും അറിയാനുണ്ടോ ചോദിച്ചോളൂ. അങ്ങനെയൊന്നും ഇല്ല ടീച്ചറെ, ടീച്ചർ കുറച്ചും കൂടി പറഞ്ഞാൽ കേൾക്കാറുള്ളൂ. അതല്ലേ എല്ലാവരും മനസ്സ് വന്നില്ല. കുറച്ചു നേരം കൂടി പറയട്ടെ, ടൂണി കഴിഞ്ഞു, കുഴപ്പമില്ല. ഇനിയിപ്പോ ജ്ഞാനപ്പാനം എടുത്തു വെച്ചു, ഹരിനാമകീർത്തനം എടുത്തു വെച്ചു എന്ന് പറഞ്ഞു. കാരണം ഇവിടെ വന്ന് ഇങ്ങനെ തൊഴുതു. 5 വയസ്സിൽ വന്ന് തൊഴുതു, 10 വയസ്സായപ്പോഴും തൊഴുതു, 20 വയസ്സായപ്പോഴും തൊഴുതു. ഒരു ജ്ഞാനയജ്ഞ അവിടെ നടക്കുമ്പോൾ ഇവിടെ നിന്ന് വന്ന് ഇരുന്നില്ല, ഒരു സപ്താഹവേദിയിലും പോയി ഇരുന്നില്ല, ഒരു ഗ്രന്ഥവും തുറന്നില്ല. എന്താവും അവസ്ഥ? ഗോപികമാര് അക്ഷരാഭ്യാസം ഇല്ലെങ്കിലും എപ്പോ നോക്കിയാലും ഒരു മനസ്സിലുണ്ടായിരുന്നു കൃഷ്ണൻ 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 ആയിരുന്നു. അതുകൊണ്ടാ മോക്ഷം കൊടുത്തത്. എന്താ പറയുക? നഗലു ഗോപിക നന്ദനോ ഭവാൻ അഖില ദേഹിന മന്ദരാത്മര്. അഖില ദേഹിന, ഈ അഖില ദേഹങ്ങളിലും ഉള്ള അന്തരാത്മാവാണ് ഭഗവാനെ അങ്ങ്. അല്ലാതെ അങ്ങ് ഞങ്ങളുടെ സ്വന്തം അല്ല. ഇത് ദേവകി പുത്രൻ മാത്രമല്ല, യശോദാമ്മയുടെ പുത്രൻ മാത്രമല്ല എന്ന ആ ഒരു പൊരുൾ, ആ പൊരുൾ മനസ്സിലാക്കാനുള്ള ഒരു യാത്രയായിരിക്കണം നമ്മുടെ ജീവിതം. കാരണം അൾട്ടിമേറ്റ് എയിം ഓഫ് അവർ ലൈഫ്, ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഉള്ളിൽ അതിന്റെ ഉത്തരം എനിക്ക് ഈശ്വര സാക്ഷാത്കാരം കിട്ടണം എന്നായിരിക്കണം. അപ്പൊ ചോദിക്കും, ഇതുകൊണ്ടൊക്കെ കിട്ടോ ടീച്ചറെ? ലളിതമാണ്, ഇത് വളരെ സിമ്പിളാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. എന്തേ വേണ്ടു? നിങ്ങളുടെ മനസ്സാകുന്ന ആ ഒരു താമരപ്പൂവ് അത് മാത്രം എനിക്ക് തന്നാ മതി. നീ ഭക്ത്യാപ്രയച്ഛതി, ആരാണോ ഭക്തിപൂർവം എനിക്കത് സമർപ്പിക്കുന്നത് അവനെ ഞാൻ മോക്ഷം നൽകും. എന്താ പറയുന്നത്? ഗീതയിൽ പറയുന്നുണ്ട്, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചാ. ഇത് കേട്ടാ തോന്നും സർവധർമാൻ പരിത്യജ്യ. 60 വയസ്സ് കഴിഞ്ഞാലും ഇത് കെട്ടിപ്പിടിച്ചുകൊണ്ട് മക്കൾക്ക് കൊടുക്കില്ല. ഈ സ്വത്ത് എന്നൊക്കെ പറയുന്നത് അനുഭവിക്കാനുള്ളതല്ലേ? ഇതിങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു മക്കൾക്ക് കൊടുക്കാതെ മക്കളാവും ചിലപ്പോൾ ആദ്യം പോണത് അല്ലേ? അങ്ങനെ ചില വീടുകളുണ്ട്. അപ്പോ ഇതെന്താ? സർവധർമാൻ പരിത്യജ്യ. മരുമകൾ കയറി വന്നു കഴിഞ്ഞാൽ 1 ആഴ്ച 2 ആഴ്ചയൊക്കെ പരിപാടികളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക, ഡെപ്പിയും കുട്ടിയൊക്കെ ഒന്ന് മനസ്സിലാക്കിയ രാവിലെ കുളിച്ചിങ്ങൾ പോകുന്നോളും ക്ഷേത്ര ദർശനം ഇവിടെ ഇരുന്നു. മൈക്കൊക്കെ ഇവിടെ ലീവ് വേണ്ട, മൈക്കൊന്നും വേണമെന്നില്ല. ആ ഗ്രന്ഥങ്ങൾ തുറന്നു, വിഷ്ണു സഹസ്രനാമം ചൊല്ലി ഭഗവാനോട് സമർപ്പിച്ചു, നാരായണീയം ഒരു ദശകം ചൊല്ലി ഭഗവാനോട് സമർപ്പിച്ചു. എത്ര സുഖമായി. അവിടെ നിന്നാൽ എന്താണോ, അമ്മ അത് ചെയ്യട്ടെ എന്ന് മരുമകൾ കരുതും, മരുമകൾ അത് ചെയ്യട്ടെ എന്ന് അമ്മ കരുതും. ആകെ മനസ്സിനുള്ളിലാണ് ഈ യുദ്ധം നടക്കുന്നത്, കുരുക്ഷേത്ര ഭൂമി. അപ്പൊ ആ യുദ്ധം ഒഴിവാക്കാൻ എന്ത് ചെയ്യാ? അതാണ് ആശ്രമങ്ങൾ എന്ന് പറയുന്നത്. ആശ്രമം എന്ന് പറഞ്ഞാൽ എന്താണോ? ആ ശ്രമം നമ്മൾ ശ്രമിക്കണം, എങ്കിലേ അത് ചെയ്യാൻ പറ്റൂ. ഭക്തിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു അമ്മയാണെങ്കിൽ എന്താ, അതങ്ങനെ ഏൽപ്പിച്ച് പതുക്കെ ഒന്ന് സ്കൂട്ടാവും. സ്നേഹത്തോടെ, സ്നേഹം എപ്പോഴും നിലനിർത്തുക. ജിഹ്വാമി മധുമത്തമ. ഇപ്പോ ആശ്രമം, 4 ആശ്രമങ്ങൾ നമ്മളത് പാലിക്കാത്തത് കൊണ്ടാ എന്താ, ചെറുത് കുട്ടിയാകുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകും. അത് ബ്രഹ്മചര്യം, പണ്ടൊക്കെ ഗുരുകുലം ആയിരുന്നു, അത് നമ്മളിപ്പോ സ്കൂളിൽ പോകുന്നു. അതൊക്കെ തന്നെ ഇപ്പോഴും നടക്കുന്നത്. പിന്നെയോ ഗൃഹസ്ഥാശ്രമം. 25 വയസ്സ് 30 വയസ്സ് വരെ ഇപ്പൊ പഠന ജോലിയായി കഴിഞ്ഞ ഒരു കല്യാണം കഴിപ്പിച്ചു കൊടുക്കും, അതാണ് ഗൃഹസ്ഥാശ്രമം. അതും കഴിഞ്ഞ 56 വയസ്സിൽ റിട്ടയർമെന്റ്. ഗവൺമെന്റ് ബുദ്ധിപൂർവ്വമാണ്. സെൻട്രൽ ഗവൺമെന്റ് 60 വയസ്സ് വരെ വെച്ചപ്പോ കേരള ഗവൺമെന്റ് 56 വയസ്സ് വരെ വെച്ചു. കാരണം എന്താണോ, നമ്മളെ അതിന്റെ ബെന്നെയൊക്കെ തളർന്നുണ്ടാവും. മാത്രമല്ല ഇത്തിരി ഓജസ്സൊക്കെ ഉണ്ടെങ്കിലാണ് പിന്നെ ആത്മീയമായ വാനപ്രസ്ഥത്തിന് പറ്റും. 3ാമത്തെ ആശ്രമം ഈ വാനപ്രസ്ഥമാണ്. ഇപ്പൊ കാട്ടിലേക്കൊന്നും പോകാൻ വയ്യല്ലോ. അപ്പൊ അമ്പലങ്ങളിലൂടെ പോവുക, കുറച്ച് തീർത്ഥാടനം നടത്തുക, ഭഗവാന്റെ ഗ്രന്ഥങ്ങളിലൂടെ യാത്ര ചെയ്യുക. ഏറ്റവും വലുതാണ് ശ്രീമദ് ഭാഗവതാഖ്യോയും പ്രത്യക്ഷ കൃഷ്ണയേവഹി. കൃഷ്ണൻ പ്രത്യക്ഷത്തിലുള്ളതാണ് ഭാഗവതം എന്ന് പറയുന്നുണ്ട്. കാരണം എന്താണോ, അസാരി സംസാരി വിഷയ വിഷസംഗാവുലഭിയ. ഫസ്റ്റ് ശ്ലോകം അതെന്താ, ഈ സംസാരത്തിൽ അങ്ങനെ മുങ്ങിപ്പൊങ്ങി നിങ്ങൾ ഈ വിഷം അനുഭവിച്ച് മതിയായില്ലേ, ഇനി കുറച്ചുകൂടെ വരൂ, നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് പറയാ. അത്രയും അമൃതാണ് ഭാഗവതം. ഭഗവാൻ
കലികാലം ഈ ദ്വാപരം കൃതം പ്രേമ ദ്വാപരം കലികാലം വരാൻ പോവുകയാണ്. ഭഗവാൻ സ്വർഗാരോഹണം ചെയ്യാനിരിക്കുക. ആ സമയത്ത് ചോദിക്കാൻ ഉദ്ധവനും നാരദ മഹർഷിയൊക്കെ, ഈ കൃഷ്ണ അങ്ങ് പോയി കഴിഞ്ഞാൽ ഈ കലികാലം വരുന്നത്, ഈ കലികാലത്തിലുള്ള അങ്ങയുടെ മക്കൾക്ക് ഭക്തന്മാർക്ക് ജീവിതത്തിലെ വിഷമങ്ങളെ തീർക്കാൻ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? ഭഗവാൻ എന്ത് ചെയ്തു എന്നോ സ്വയം ആ ഭാഗവതത്തിലേക്ക് അങ്ങോട്ട് ലയിച്ചു എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണനാണ് പറയുന്നത്. ഒരു സത്താഹം നടക്കുമ്പോൾ അതിൽ വന്നിരിക്കുക. അതിനിപ്പോ പറ്റുമോ? ചെറുപ്പത്തിൽ വാനപ്രസ്ഥം എന്ന് പറഞ്ഞിറങ്ങണം, എന്നാലേ പറ്റൂ. അതും കഴിഞ്ഞ കാലം കഴിയുമല്ലോ, നിങ്ങൾ വരാൻ പറ്റാത്ത അവസ്ഥ എത്തില്ലേ? ഇപ്പോൾ വന്നിരിക്കുന്ന പ്രകാശന്റെ അച്ഛൻ അമ്മയെ വീട്ടിൽ ചെന്നപ്പോ നാരായണിയൊക്കെ വായിക്കും. 95ാമത്തെ വയസ്സിലാ കണ്ണിന് ഓപ്പറേഷൻ ചെയ്തെന്ന് നാരായണിയെ വായിക്കണം എന്നുള്ള ആഗ്രഹം. ആലോചിച്ച് നോക്കൂ, ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് സക്സസ് ആയി. ഭഗവാന്റെ കഴിവാണത്. അപ്പൊ ഞാൻ ഈ നാരായണത്തിന്റെ ആളാന്ന് പറഞ്ഞപ്പോ ഇവരുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇത്തം ചിത്തസ്ഥിതം നീ പൗരപുരപതി എന്ന് വരെ ചൊല്ലി നിർത്തി. കൃഷ്ണ എന്നും പറഞ്ഞിട്ട് പൊന്തി ആ സീറ്റിൽ നിന്ന്. അതാണ് ആത്മീയമായ സംസ്കാരം. ഭഗവാനങ്ങനെ വരുന്ന സമയത്ത് എന്തായിരിക്കും? ആ മഹാത്മാവ് സിറ്റൗട്ടിലിരിക്കുന്നു നാരായണീയം, തീപ്പോയിരിക്കുന്നു നാരായണീയം, അപ്പുറത്തിരിക്കുന്നു ഇവിടെ നോക്കിയാലും കൃഷ്ണനാ. കാരണം ഈ 11,000 ശ്ലോകങ്ങളുള്ള ഭാഗവതം കറന്ന് ആറ്റിക്കുറുക്കി കഷായം എന്ന് പറയില്ലേ, 1036 ശ്ലോകങ്ങളിലാക്കി വെച്ചതാ നാരായണീയം. ലോകം മുഴുവൻ എന്താണോ അതിന്റെ പിറകെ എല്ലാവർക്കും അസുഖ. അത് 2 ദശകങ്ങളിലൊന്നും ഭട്ടേരിപ്പാട് എന്ത് പറയുന്നില്ല, സുഖത്തെ കുറിച്ച് പറയുന്നില്ല. വാദം മാറാൻ വേണ്ടി ചെന്നത് അവരുമായിട്ടാണ് കയറുമ്പോ കണ്ടില്ലേ, ഇപ്പുറത്തിങ്ങനെ ഉണ്ട്. ഇവിടെ ഇരുന്നാണ് മേൽപ്പത്തൂർ നാരായണീയം രചിച്ചത്. അവിടെ ഇരുന്നത് ഇങ്ങനെ എഴുതുമ്പോഴാത്രേ നമ്മുടെ മലയാളത്തിന്റെ ചോട്ടപ്പെട്ട ആള് ആകെ കരി പറഞ്ഞിട്ടേ ഇനിമേനൊന്ന് നോക്കുക. ശ്രീനഗരത്തിൽ ഭഗവാൻ ഇല്ലല്ലോ, അടക്കണ്ടേ, നട അടക്കണ്ടേ. അപ്പോൾ ഇത്രേ ഉരുണ്ട് പറഞ്ഞ് ആ കരി പരണ്ട് ഓടി വരുന്നു. മേൽപ്പത്തൂര് ചോദിച്ചു ഇത്രേ, കൃഷ്ണ എവിടെയായിരുന്നു ഇതുവരെ? പറയാ, ഒന്നും പറയണ്ട എന്റെ ഭട്ടേരിപ്പാടെ, ആ പൂരമേള മലയാളത്തിന് ചോട്ടിലായിരുന്നു. ഭഗവാൻ അത് പൊക്കാൻ വയ്യാഞ്ഞിട്ടാണോ? അതാണ് ഒരു കുടൂരമ്മകളായി മാറണം നമ്മൾ. ഒരു മേൽപ്പത്തൂരുകളായി പൂങ്കാരമായി മാറണമെങ്കിൽ എന്തേ വേണ്ടു? ഉപാസന. ഉപാസനകളിൽ ശ്രേഷ്ഠമാണ് എന്ത്? ഇവിടെ വരുന്ന ക്ഷേത്ര ആരാധന, ക്ഷേത്ര ദർശനം, ക്ഷേത്രോപാസന. ഞാൻ പറഞ്ഞില്ലേ പഞ്ചമഹായജ്ഞങ്ങളിൽ ഒന്നാണ് അത് എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ അവസാനം പറഞ്ഞു നിർത്തിയത് മുഴുമിച്ചില്ല. അവസാനത്തെ ആ ഒരു ഭാഗം പറഞ്ഞില്ലേ, വാനപ്രസ്ഥം കഴിഞ്ഞ് സന്യാസത്തിലാണ് മുത്തശ്ശൻ. ഒരു ഉദാഹരണം പറഞ്ഞുള്ളൂ. സന്യാസം എന്ന് പറഞ്ഞ സന്യാസ സൂക്തം പൂർണ്ണകുംഭമൊക്കെ ആയിട്ട് സ്വീകരിക്കില്ലേ വലിയ വലിയ സന്യാസിമാരെ? അപ്പൊ ചൊല്ലുന്ന മന്ത്ര സന്യാസ സൂക്തം. ഈ സന്യാസം എന്ന് പറഞ്ഞാൽ ന്യസിക്കുക എന്ന് പറഞ്ഞാൽ ത്യജിക്കുക. എല്ലാം ത്യജിക്കുന്നവരാ സന്യാസി. ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞാൽ എല്ലാം ത്യജിക്കാൻ നമ്മൾ മനസ്സിനെ തയ്യാറാക്കി വെക്കണം. ഏത് സമയത്തും ഇതൊക്കെ നഷ്ടപ്പെടും, ഈ ശരീരം പോലും എന്ന് മനസ്സിലാക്കുക. അഗ്നിയുടെ കളർ നോക്കൂ, കാവിയുടെ കളറല്ലേ? കാവ്യ വസ്ത്രം കൊടുക്കാൻ ആർക്കേ അവകാശമുള്ളൂ? മനസ്സിലെ ആഗ്രഹങ്ങളെയും എല്ലാ ശ്രദ്ധയെന്ന് പറയാം, എല്ലാ ആഗ്രഹങ്ങളെയും ഈ അഗ്നിയിൽ, ആ അഗ്നികുണ്ഡത്തിൽ സമർപ്പിച്ചവനെ, കോപിച്ചവന് മാത്രമേ കാവ്യ വസ്ത്രം കൊടുക്കാൻ അധികാരമുള്ളൂ. എന്താ ചെയ്യുന്നത്? ഒരു സ്കാനിങ് കൊടുക്കുക, എന്താ പറയാ, സ്കാൻ ചെയ്യുന്ന ഒരു സാധനങ്ങൾ അയച്ചു കൊടുക്കാം. ജിപേയുടെ സ്കാനിങ് എന്നിട്ട് പറയാണ് വിഷുക്കൈ നീട്ടാൻ അയച്ചോളൂ. ഒരു സന്യാസി ചെയ്യുന്നതാ. എന്താണ് സന്യാസം? കുറച്ച് മാത്രം ത്യജിച്ചു. അതെന്താ അങ്ങനെ ചെയ്യാന്ന് ചോദിച്ചു പറയാ, 38,000 രൂപ വിഷുക്കൈ നീട്ടം കിട്ടി. പിന്നെ എന്റെ വീട്ടിലെ, എന്റെ ആശ്രമത്തിലെ കറണ്ട് ചാർജ് നിങ്ങൾ അടയ്ക്കുമോ? അതാണ് സന്യാസം. അതാണോ സന്യാസം? എല്ലാം ത്യജിച്ചവന് എന്തിനാ 38,000 രൂപ? അത് കള്ള നാണയങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവണം. എന്ന് വെച്ചാൽ നമ്മുടെ ഈ കലികാലത്തിന്റെ പ്രത്യേകത ഭാഗവതം പറയുന്നത്, കലിയുഗത്തില് ധർമ്മത്തിന് ഒരു കാര്യം ഉണ്ടാവും. 4ൽ 1 ഭാഗം മാത്രമേ ധർമ്മം കാണാൻ സാധിക്കൂ. പെരുന്തമണ്ണയിൽ ഇവിടെ എത്ര ആൾക്കാരുണ്ട്? ആ ആളുകളെ മൊത്തം നിങ്ങൾ എടുത്തൊന്ന് കൂട്ടിക്കഴിച്ചാൽ 4 ആൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവുള്ളൂ. കലികാലത്തിന്റെ പ്രത്യേകത. പക്ഷെ സുഹൃതം കൂടുമ്പോൾ മാത്രമേ നമ്മുടെ ചെവികളിൽ ഒരു ഭക്തി പ്രഭാഷണം, ഒരു സത്സംഗം വന്നു വരും. നിങ്ങൾ സുഹൃതികളായതുകൊണ്ട് തന്നെയാണ് ഭഗവാനെ അങ്ങനെ ഒരു വഴിയിലേക്ക് നിങ്ങളുടെ ഒരാളെ വിളിക്കട്ടെ എന്ന് തോന്നിപ്പിച്ചിട്ടുണ്ടാവുക. ഇപ്പോ കടഞ്ഞ് അവസാനം ആര് വരുന്ന ഞാൻ പറഞ്ഞ അമൃതകുംഭവുമായി ധന്വന്തരി വരൂലേ? നാരായണത്തിൽ പറയുന്നുണ്ട്, ആ ധന്വന്തരി മൂർത്തി അമൃതകുംഭവുമായി വന്നതുപോലെ ഇത്തിരിയെങ്കിലും ഒരു ആത്മജ്ഞാനം നിങ്ങൾക്ക് കിട്ടിയില്ലേ? നിങ്ങൾ ആദ്യം മുതൽ മനസ്സ് കടഞ്ഞ് ഇപ്പോ ഇതൊക്കെയാണ് ശരി. വീട്ടിൽ എത്ര കാലമായി പാത്രം കഴുകണേ, എത്ര കാലമായി ചോറ് വയ്ക്കണു, എത്ര കാലമായി വർക്ക്ഷോപ്പിൽ പോയി പണിയെടുക്കണു, ഈ കിട്ടിയതൊക്കെ എങ്ങടാ പോയി?
എല്ലാം കൂട്ടിക്കഴിച്ച് നോക്കുമ്പോൾ അവസാനം ഒരു ബിഗ് സീറോ ആയിരിക്കും നമ്മളുടെ ഉത്തരം. ഒരുപാട് നമുക്ക് ശമ്പളം കിട്ടും. ബില്ലുകൾ 10-ാം തീയതി കഴിയുമ്പോഴൊക്കെ ബില്ലുകളായില്ലേ. കറണ്ട് ബില്ല്, പേപ്പർ ബില്ല്, പാല് ബില്ല് ഒക്കെ ഓരോ കഷ്ണങ്ങളായി മാറി. ഇതാണ് നമ്മുടെ പൈസ. ലക്ഷ്മി കരാഗ്രേ വസതേ ലക്ഷ്മി. ഇതേ കാലം കൊണ്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും 1 മുതൽ 10-ാം തീയതി വരെ. ഈ 25-ാം തീയതി കഴിഞ്ഞാൽ ഗവൺമെന്റ് എംപ്ലോയീസ് എന്നാണെങ്കിൽ ചോദിക്കലേ വേണ്ട, ഒന്നും ഉണ്ടാവില്ല. അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കൽ തുടങ്ങും, അല്ലെങ്കിൽ ലോണിനെ കുറിച്ച് ചിന്തിക്കും. ഇതാണ് അവസ്ഥ. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് സുഖിക്കാൻ പറ്റില്ല. രാവിലെ മുതൽ ഇത്ര നേരങ്ങൾ എത്ര തവണ ചിരിച്ചു എന്ന് ചിന്തിച്ചു നോക്കും. പിന്നെ എന്താ ആനന്ദം? ആനന്ദം നമുക്ക് വേണം. ആത്മാനന്ദം 3 സ്റ്റേജുകളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ ലൗകികം, സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹൃഹീതാംഗം മാമുദ്ധര ഭവാർണവാൽ. കൃഷ്ണ ഭാഗവത ശ്ലോക. ഞാൻ ഈ സംസാരത്തിൽ ഇങ്ങനെ മുങ്ങി കഷ്ടതകൾ അനുഭവിക്കുകയാണ് കേട്ടോ. വളരെ കുറച്ച് സമയം ഞങ്ങൾ ചിരിക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ ടെൻഷനാ. ഇനി ഇതിൽ നിന്നും ഒന്ന് ഉദ്ധരിക്കണമേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. അപ്പോ എന്താ പ്രാർത്ഥിക്കുക? ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന ഇതൂത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ഹേ കൃഷ്ണ, ദേവദേവ ജഗന്നാഥ, അങ്ങേക്ക് നമസ്കാരം. ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. ഗജേന്ദ്രനെ മുതല പിടിച്ചപ്പോ ആരാണ്ടായി? എല്ലാരും വലിച്ചു കയറില്ല, ഹൃദയ കടക്കോട് പോട്ടെ എന്ന് പറഞ്ഞു പോയില്ലേ? മുതല പിടിച്ചു. അദ്ദേഹം മരിക്കാൻ സമയത്ത് ആ വലിയ ശരീര പ്രാരബ്ധനെ കയറാൻ വയ്യല്ലോ. മുതല പിടിച്ച് വാർന്നൊലിക്കുന്ന ആ ശരീര ചോര വാർന്നൊലിക്കുക. ആ സമയത്ത് ഭഗവാനെ അങ്ങനെ സ്തുതിച്ചു. അവസാനം ഭഗവാൻ ഇനിയിപ്പോ എന്താ കൊടുക്കുക? ഒരു താമരങ്ങൾ പൊട്ടിച്ചൂത്രേ. നാരായണാഖിലഗുരു നമസ്തേ എന്ന് പറഞ്ഞാൽ കൊടുത്ത ആ താമരയൊക്കെ അങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നത് 4 കൈകൾ കാണുന്നില്ലേ? അങ്ങനെ ഗജേന്ദ്രനെ പോലെ അങ്ങട ആശ്രയിക്കാൻ നമുക്ക് കഴിയണം. ഇപ്പൊ ഇതാ നമ്മൾ പറയും രജസ്വല ആയിരിക്കുമ്പോ അവിടെ തൊട്ടു ഇവിടെ തൊട്ടു. ഭഗവാനി പാഞ്ചാലി രജസ്വല ആയിരിക്കുന്ന സമയത്താണ് വസ്ത്രാക്ഷേപം അവർ ചെയ്യുക. വസ്ത്രം പിടിച്ച് വലിച്ച് ദുശാസനൻ ഊരിക്കൊണ്ടിരിക്കുമ്പോ ഒരുപാട് തവണ വിളിച്ചുത്രേ. ഒരു കൈ ഇവിടെ വെച്ചിട്ടാത്രേ കൃഷ്ണാന്ന് പിടിച്ചു നിർത്താൻ ഒരു തോന്നലുണ്ടായിരുന്നു. അവസാനം മുഴുവൻ ഊരന്നെയാണ്. രജസ്വലയായിരിക്കുന്ന പാഞ്ചാലി 2 കൈകളും ഇങ്ങനെ പിടിച്ചിട്ട് കൃഷ്ണ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പോ വസ്ത്രമായി വന്ന് ആ പാഞ്ചാലിയെ സ്പർശിച്ചെങ്കിൽ ഭഗവാൻ എന്താ ഇട്ടാളെ? ഇനി എന്താ തിരുമേനി അവളെ തൊടാത്തതെന്നാവും അപ്പൊ ചോദ്യം. തിരുമേനി തൊടാത്തത് അത് ഫിസിക്സാ, കറക്റ്റ് സയൻസാ. ഈ വിഗ്രഹത്തിൽ നിറയെ ചൈതന്യാണ് എന്ന് ഞാൻ പറഞ്ഞു. ഈ ചൈതന്യ ലോകം സംഭവിക്കാതിരിക്കാനാ കാരണം കൂടുതലുള്ള ഒരു സ്ഥലത്ത് നിന്നും എപ്പോഴും കുറവുള്ള സ്ഥലത്തേക്കാണ് ഒഴുക്കുണ്ടാവുക. ചൈതന്യം ഏറ്റവും കുറവ് നമ്മൾക്കാ, ഭഗവാനല്ല. ഈ ഭഗവാന്റെ അടുത്തിരുന്ന് പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ആ തിരുമേനി നമ്മളെ തൊടുമ്പോൾ അദ്ദേഹത്തിൽ നിന്നും ഭഗവാന്റെ ആ ചൈതന്യം ഊർന്ന് നമ്മളിലേക്ക് പോരും. അപ്പോ അവിടെ ചൈതന്യ ലോകം സംഭവിക്കും. ആ ചൈതന്യം പോകണ്ടാന്ന് കരുതിയിട്ട് മാത്രമാണ് അത് ചെയ്യുന്നത്. അതെല്ലാം നമ്മുടെ സയൻസ് ചേർത്താ വെച്ചിരിക്കുന്നത്. പൂർവികർക്ക് ഋഷീശ്വരന്മാർക്ക് അത് അറിയാമായിരുന്നു. ഇപ്പൊ എവിടെയല്ലേ കെമിസ്ട്രിയൊക്കെ ആ ആറ്റം തിയറി ഒക്കെ ഇല്ലേ? ശരിക്കും ഒരു ആറ്റം പോലെയാണ് ഒരു ക്ഷേത്രം എന്നാ. ഈ ആറ്റത്തിന് ചുറ്റും ഇങ്ങനെ ന്യൂക്ലിയസുകൾ 7 കറങ്ങുന്നില്ലേ? പഞ്ചപ്രാകാരങ്ങൾ കഴിഞ്ഞാൽ ഒരു പ്രദക്ഷിണ വഴിയും മതിൽ കെട്ടും. അതിൽ മര്യാദ എന്നാ പറയാ. ഈ 2 ഒഴിവാക്കി ബാക്കി ആ KLMNOP ശരികളില്ലേ? അത് തന്നെയാണ് ഒരു ആറ്റം പോലെ. നമ്മൾ തിരിഞ്ഞോണ്ടിരിക്കല്ലേ? പഠിച്ചിട്ടില്ലേ ഇലക്ട്രോണുകളൊക്കെ? ഇവിടെ വന്നാൽ എന്തിനാ പ്രദക്ഷിണം വെക്കണേ? കേന്ദ്രം ആരാ? ഭഗവാനാ. ആ ഭഗവാൻ ചുറ്റും ഇങ്ങനെ കറങ്ങുക. ഏത് സമയത്ത് അങ്ങോട്ട് കൊണ്ടുപോകാൻ അറിയില്ലല്ലോ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോ മഹാബലിയുടെ കാവൽക്കാരനാ ആര്? ഭഗവാൻ. എന്താ അതിന്റെ മുമ്പത്തെ ജന്മത്തിൽ കള്ളനായിരുന്നു ഇത്രേ. കക്കാൻ പോണ ഏത് വലിയ കള്ളനും ഭയങ്കര വിശ്വാസവും. കക്കാൻ പോണേനെ പോകണമെന്ന് പ്രാർത്ഥിക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു. നല്ലൊരു കൊള്ള നടത്താൻ പോവുക. ഉള്ളവന്റെ തന്നെ ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് കൃഷ്ണ ഒന്ന് കാക്കണേന്ന് പറയാൻ വന്നത്. അപ്പൊ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ കുഞ്ഞപ്പോ നമസ്കരിച്ച് വീണ പോലെ വഴുതി വീണ് അങ്ങോട്ട് മരിച്ചൂത്രേ. അപ്പൊ അവിടെ ചെന്നപ്പോ മഹാബലിയുടെ ആദ്യത്തെ ജന്മാട്ടോ. അവിടെ ചെന്നപ്പോ ചിത്രമുത്തന്റെ കണക്ക് പുസ്തകമൊക്കെ എടുത്തു. അപ്പൊ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോ തോന്നി എന്റെ കോളത്തിൽ എന്തൊക്കെയാണ് അറിഞ്ഞിട്ടുണ്ടാവുക തോന്നില്ലേ? 2 കോളം കിട്ടേ. അപ്പൊ പറഞ്ഞു അത്രേ, നിങ്ങള് ഒരുപാട് ദുഷ്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസമുള്ളതൊക്കെ മോഷ്ടിച്ചു. പക്ഷെ 5 മിനിറ്റ് നേരം നിങ്ങൾക്ക് സ്വർഗത്തിനൊരു ഉണ്ട്. അപ്പൊ എന്താ? നിങ്ങള്
അമ്പലത്തിൽ നമസ്കരിച്ച് വീണിട്ടാ മരിച്ചത്. അതുകൊണ്ട് ഇപ്പുറത്തെ കോളത്തിൽ ഒരു പുണ്യം ചെയ്തതുകൊണ്ട് 5 മിനിറ്റ് സ്വർഗത്തിൽ ഇരിക്കാം. ഇയാള് ബുദ്ധിമാനല്ലേ എന്ന് പറഞ്ഞു. കള്ളന്മാര് ബുദ്ധിമാന ആയിക്കോട്ടെ, ആദ്യം ഏതാ വേണ്ടത് ചോദിച്ചു. ആദ്യം സ്വർഗം മതി, നാളിൽ പോരട്ടെ. അപ്പൊ സ്വർഗത്തിൽ കൊണ്ടെത്തി. സ്വർഗത്തിൽ ചെയ്യാം, ദേവനെ ഇരിക്കപ്പെട്ടില്ലല്ലോ. നിങ്ങളെക്കാൾ യോഗ്യനായ ഒരു വ്യക്തി ഇവിടെ പുറത്തു വന്നിട്ടുണ്ട്. ഭഗവാൻ നമസ്കരിച്ചിട്ടാ മരിച്ചത്. അതുകൊണ്ട് 5 മിനിറ്റിൽ ഇറങ്ങി നിന്നു ദേവേന്ദ്രൻ. ഇയാളെ അവിടെ ഇരുത്തി. അപ്പൊ പറഞ്ഞു, ആനവിളി, ഞാൻ ദാനം ചെയ്യാൻ പോവാണ്. എന്താ ദാനം ചെയ്ത്? ഉച്ചശ്വാസ്, ഐരാവതം, കൽപ്പതര വൃക്ഷം, എന്തൊക്കെയാണോ സ്വർഗത്തിൽ ഫുള്ളായിട്ട് കൊടുത്തൂത്രേ. അപ്പൊ 5 മിനിറ്റ് കഴിയാൻ ഇറങ്ങും അര ഇറക്കിത്രേ. ഇവിടെ വന്നിട്ട് ചോദിച്ചു, ഇനി ഒന്ന് ചെക്ക് ചെയ്യുമോ? 2 കോൾ ബാലൻസ് ആയിരുന്നു. ഇതാണ് അവസ്ഥ. ശക്തി കൊണ്ട് ജയിക്കാത്തവൻ ബുദ്ധി കൊണ്ട് ജയിക്കണം. അടുത്ത ജന്മത്തിൽ നിങ്ങൾ ബലിയായി, മഹാബലിയായി ജനിക്കുന്നു. ഭഗവാൻ അനുഗ്രഹിച്ചു. ഇത്രയ്ക്കുള്ളൂ. ഭഗവാന്റെ നാമങ്ങൾ അങ്ങോട്ട് ജപിക്കുക. ഭഗവാനിലേക്ക് തന്നെ നമ്മൾ ചേരും. നമുക്ക് തോന്നുന്നു നമുക്ക് ആവില്ല. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ജീവിതത്തിനാണ് ക്ഷേത്രാരാധന കൊണ്ടുവന്നത്. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഗംഗയെ തളിച്ചു കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് നിങ്ങൾ ഗായത്രി ഇങ്ങനെ ജപിച്ചു നോക്കൂ. 4 വേദങ്ങളിലുള്ള മന്ത്ര ഗായത്രി ജപിച്ചു കഴിഞ്ഞാല് അത്രയും പുണ്യ. ശ്വാസം മുട്ട് വരെ മാറിപ്പോ ഞങ്ങളുടെ വേദ ഗ്രൂപ്പിൽ ഒരു അമ്മയുടെ എന്നും നേരത്തെ വേദം ജപിക്കുക. എഴുന്നേറ്റിരുന്നിട്ട് ആ സരസ്വതിയാണെന്നാ പറയാ. നമ്മളുടെ ബുദ്ധി തെളിഞ്ഞു നിൽക്കും. അപ്പൊ നമ്മൾ ഷൂന്ന് എഴുതിയ പോലെ കിടന്നുറങ്ങരുത്. കുട്ടികളെ ആ സമയത്ത് ഉറങ്ങാൻ സമ്മതിക്കരുത്. ഹിന്ദുവിന്റെ കുട്ടി മാത്രമേ ആ സമയത്ത് ഉറങ്ങുന്നുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ യാമത്തിൽ എഴുന്നേറ്റ് പഠിക്കുന്നവനാ ഡോക്ടറും ഡയറക്ടറുമായിട്ട് പുറത്തേക്ക് വരുന്നത്. നമ്മൾ ഹൈന്ദവ സംസ്കാരത്തിൽ അത് കൊണ്ടുവരണം എന്നോ പറഞ്ഞു വെച്ചു. നമ്മൾ പാലിക്കില്ല, നമ്മുടെ കുട്ടികളും പാലിക്കില്ല. അതുകൊണ്ടാണ് നമ്മളൊന്നും ആവാതെ നമ്മൾ വർക്ക്ഷോപ്പിൽ പോയി കൈ പറഞ്ഞ് കിടക്കും. മറ്റുള്ളവർ വലിയ വലിയ പൊസിഷനിലെത്തും. അവരെത്തിക്കോട്ടെ. അവരുടെ ആചാരം, ഉപാസന അതവരെ എത്തിക്കുന്നു. നമ്മളെപ്പോഴും ഒരു സിസ്റ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക. 6 മണിക്ക് മുമ്പെങ്കിലും എല്ലാ ജന്മരും പറയും ബ്രഹ്മമുഹൂർത്തം എപ്പോഴാ 3 മണി. അതവിടെ തകർന്നു. വേണ്ട, 6 മണിക്ക് മുമ്പെങ്കിലും 5:30ക്കും 6 മണിക്ക് മുമ്പ് എഴുന്നേൽക്കാലോ. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ചിട്ടുണ്ടാവണം. എന്താ വസതേ ലക്ഷ്മി. എന്തിനാ അത് പറഞ്ഞു വെച്ചെന്നറിയോ? ആചാര്യസ്വാമി പറഞ്ഞു പഠിച്ചിട്ടുണ്ട്, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ ഒരു ക്ഷേത്രം സന്ദർശിക്കണം. അതുകൊണ്ട് ക്ഷേത്രത്തിൽ വരണം. ഈ കയ്യ് നെയ്യ് വെണ്ണ പശു ഇതൊക്കെ ശകലം കണ്ട് നമ്മൾ എഴുന്നേറ്റിരിക്കുന്നു. അല്ലെ അപ്പുറത്തെ നാരായണനെയും ശങ്കരനെയൊക്കെ പ്രായം പറയും. അവരൊന്നും കുഴപ്പമില്ല. നമ്മുടെ കർമ്മഫലം നമ്മൾ അനുഭവിക്കണേ. കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേതുകോ. അതൊന്നും ചൊല്ലാൻ അറിയില്ലെങ്കിലും ഈ കരത്തിൽ 3 ആളും ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഭൂമി വന്ദനം, പാദസ്പർശം, മൂഷമസ്വമി. നമ്മൾ കാല് ചവിട്ടി നടക്കുകയാണ്. ഇതൊക്കെ എന്താണോ? സയൻസാ. ഒന്ന് കിടക്കുക, പെട്ടെന്ന് എഴുന്നേറ്റിരിക്കാതെ നിന്നാ കൈ കറങ്ങിയാണ്. ബ്ലഡ് പ്രഷർ ആണോ? സയൻസാ. പ്രഷർ വേരിയേഷൻ വരുകൊണ്ടാ. ഇപ്പൊ ഞങ്ങളുടെ കുടുംബത്തിലൊരു അമ്മ അങ്ങനെ വീണു. അപ്പോ അതുണ്ടാവാതിരിക്കാനാ എഴുന്നേറ്റ് ഒരു ശകലം സമയം ഉപാസനമൂർത്തിയോട് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് നിന്ന കൊയ്യ പാദഹസ്താസന, ഭൂമിയെ വന്ദിക്കുന്നത്. നേരെ പോയി ഗംഗയെ തൊടുമ്പോ ഗംഗാദേവിയെ പ്രാർത്ഥിച്ച ഗംഗ അവിടെ സാമീപ്യമായിട്ടുണ്ടാവുന്ന പറയാ. എന്നിട്ടോ ശരീരമൊക്കെ ശുദ്ധാക്കി 1 മണിക്കൂറെങ്കിലും നമ്മൾ ജീവിക്കുക. അതൊരു സുഖല്ലേ? ഈ വയസ്സായവർക്ക് വേറെ ഒരു പ്രാരാബ്ദവും ഇല്ലല്ലോ. അമ്മമാരെ കടുപ്പിലേക്ക് ഓടാൻ തുടങ്ങും. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ കുളിച്ച് ഒരു ക്ഷേത്ര ദർശനം. കാരണം പഞ്ചമഹായജ്ഞങ്ങളിൽ 2ാമത്തേതാണ് ക്ഷേത്ര ദർശനം. ഒന്ന്, രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് വെക്കുന്നതും ഗ്രന്ഥപാരായണം ചെയ്യുന്നതും ബ്രഹ്മയജ്ഞം. ബ്രഹ്മമുഹൂർത്തത്തിൽ പറഞ്ഞില്ലേ. അത് കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂളിൽ ഓടി വന്നിട്ട് ഇവിടെ പ്രദക്ഷിണം ചെയ്യും. ഓട്ടപ്രദക്ഷിണം ചെയ്യേണ്ടത് അമ്മമാർക്ക് സമയമില്ല. അപ്പോ ഇവിടെ വന്നാൽ അത് ദേവയജ്ഞം, ദേവനെ ആരാധിക്കുന്നത്. അത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചു പോയാൽ ഈ പ്രസാദമൊന്നും അവിടെ ഉപേക്ഷിക്കരുത്. വീട്ടിൽ കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കണം. നക്ഷത്ര ദർശനത്തിന് വരുമ്പോൾ ഒരുപാട് തത്വങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ, പിതൃയജ്ഞം. നമുക്ക് ഈ ജന്മം, ഈ ശരീരം കിട്ടാൻ കാരണമായ ഒരുപാട് പിതൃക്കളുണ്ട്. ആ പിതൃക്കൾക്ക് വേണ്ടി നമ്മൾ പിതൃയജ്ഞം ബലിയിടുന്നില്ലേ. അത് കഴിഞ്ഞാൽ ഭൂതയജ്ഞം. അവിടെ തന്നെ ചോറൊക്കെ ഉണ്ടാവും. ഉച്ചയ്ക്ക് ഉണ്ണുന്നതിന് മുമ്പ് ഒരു തടി ചോറ് നമ്മൾ വളർത്താത്ത ജീവികൾക്ക് പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കുക. കാക്ക, മൈന, അണ്ണാരക്കണ്ണൻ. നമ്മുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞതാണ്. ആകാശത്തിലെ പറവകളിൽ നോക്കൂ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല പറഞ്ഞില്ലേ. നമ്മുടെ ആചാര്യസ്വാമി പറഞ്ഞു വെച്ചതാ. നിങ്ങളതൊരു തടി ചോറ്. ഭൂതയജ്ഞം, ഭൂതജീവജാലങ്ങൾക്ക്. ഈ ഇതൊക്കെ പോലൊക്കെ പറയുന്നത് അതാ തത്വം. അവസാനം എന്താ? നൃയജ്ഞം. നൃയജ്ഞം എന്ന് പറഞ്ഞാൽ മാനവസേവ, മാധവസേവ, നരസേവ, നാരായണ സേവ. പിന്നെ പാലിയേറ്റീവ് വർക്കിലൊക്കെ പോകുന്നില്ലേ, ആരെങ്കിലുമൊക്കെ സഹായിക്കുക കുറച്ച് സമയം. ഇതൊക്കെ ഇതിൽ വരുന്നതാ. അപ്പൊ പിന്നെ ക്ഷേത്രാരാധന വേണ്ടേ?
ക്ഷേത്രം സന്ദർശിക്കണം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും, സ്വാമി പറഞ്ഞത് ശക്തിയുടെ ദിവസമായ വെള്ളിയാഴ്ചയെങ്കിലും നീ ഏതെങ്കിലും ഒരു ക്ഷേത്രം സന്ദർശിക്കണം. വെള്ളി വർക്കിന്റെ ഞായർ എടുത്തു, വെള്ളി എടുത്തു, നമ്മളൊന്നും എടുത്തില്ല, ഒക്കെ നിങ്ങൾ എടുത്തോളി, നമ്മളെല്ലാം കൊടുക്കും. അതാണ്. പക്ഷെ എന്താ പറഞ്ഞോ, ആരെയും അടിച്ചു പുറത്താക്കരുത്, എല്ലാവരെയും അടിച്ചകത്താക്കണം. ഭാരതീയൻ ആ സംസ്കാരം കാരണം എല്ലാവരെയും ഇവിടെ ചേർത്ത് വെച്ചു. അവരെന്ത് ചെയ്തു, നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളും പഠിച്ചു, നമ്മുടെ പോസിറ്റീവുകളൊക്കെ അവർ ആരാധിച്ചു തുടങ്ങി. അവർ ചെയ്യട്ടെ, അവർ നന്നാവട്ടെ. പക്ഷെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം, നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഉള്ളതാണ് ഇത് എന്ന് അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മളും അതിനെ സ്വീകരിക്കുക, നമ്മളുടെ സിസ്റ്റമാറ്റിക്കായ ലൈഫ്. കാരണം നമ്മുടെ ജീവിതത്തിലെ ഓരോ സംസ്കാരവും ജീവിതത്തിലെ അടുക്കും ചിട്ടയുമാണ് ക്ഷേത്രങ്ങൾ എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇന്നിവിടെ പ്രതിഷ്ഠാദിനത്തിന്റെ കാര്യമുണ്ട്. നേരത്തെ നീട്ടില്ലേ, അല്ലെ? നേരത്തെ നീട്ടു, നേരത്തെ കുളിച്ചില്ലേ, ഇന്നലെ ഞാൻ നേരത്തെ കുളിച്ച് നിങ്ങൾക്ക് വൈശാഖ അത്രയും പുണ്യ. അപ്പോ നേരത്തെ ഇറങ്ങുന്നതിന് മുമ്പ് കുളിച്ചാൽ സ്വർഗവാതിൽ തുറക്കുന്ന അമ്മ പറയുക, കുളിച്ചാൽ 5 മണിക്കിന്റെ പുഴയ്ക്ക് കൊണ്ടുപോയി എന്നെ വലിച്ച് നീട്ടിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്ത് സ്വർഗം അന്ന് തോന്നിയത് ഇപ്പൊ മനസ്സിലാവുള്ളൂ. അന്ന് അമ്മ ചെയ്ത ആ സുഹൃതം, ആ പുണ്യം ആണ് ഇന്ന് ഇവിടെ ഇങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞു. ഇത്ര മണിക്ക് 6:30, 7:30, 8:30, 2 മണിക്കൂറായി. അറിഞ്ഞു. നിങ്ങൾ പലരും പല വേദനകളും ഉള്ളവരല്ലേ, ശാരീരികമായ വേദനകളും മാനസികമായ പ്രശ്നങ്ങളും ഉള്ളവരല്ലേ. എന്തെങ്കിലും വേദനകളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോ? അതാണ് ഒരു ഭക്തി പ്രഭാഷണത്തിന്റെ മഹത്വം. ഇങ്ങനെ പെയിൻ ഡ്രോപ്പ് സൈലൻസ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എനിക്കത് പ്രശ്നമില്ല, 11:30 ചോറുണ്ടത്, അതുവരെ എനിക്കതൊരു പ്രശ്നമില്ല. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ പലരും പ്രാരാബ്ധക്കാരല്ലേ, വീട്ടിൽ കുട്ടികളും മുത്തശ്ശിയും ഒക്കെ കാത്തിരിക്കുന്നവരുണ്ടാവും. അപ്പൊ ഭക്ഷണം വരെ ഉണ്ടാക്കേണ്ടവരുണ്ടാവും. നിർത്തട്ടെ. എന്തെങ്കിലും സംശയമുണ്ടോ? എന്ത് സംശയം? അല്ല, മനസ്സിലായ ഇപ്പൊ ടീച്ചർ ചോദിക്കുമ്പോ ടീച്ചർമാർക്കുള്ള കുഴപ്പമിടക്കിടക്ക് സംശയങ്ങൾ ചോദിക്കും. അത് ആ ഒരു സിസ്റ്റത്തിൽ വന്നതാ. ഒന്നും അറിയാത്ത അവസ്ഥയാ, സംശയമൊന്നും ഉണ്ടാവില്ല. എല്ലാം മനസ്സിലായാലും സംശയമൊന്നും ഉണ്ടാവില്ല. അപ്പൊ എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പറഞ്ഞത് ഏതെങ്കിലും ക്ലിയർ ആയില്ലെങ്കിൽ ചിലർ ചോദിക്കും, ടീച്ചർ അവിടെ വെച്ചിട്ടൊന്നും ടേൺ ചെയ്തില്ലേ, കഥാ ചിത്തി എന്ന് പറയും. നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ വേറൊന്നും ഓർമ്മ വരും. പറഞ്ഞ 2 കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല നല്ല ആചാര്യന്മാർ വരട്ടെ. ഇങ്ങനെ കഥകളും ഈശ്വര കഥകൾ, അതിനാണ് ഈ കഥയാക്കി പുരാണങ്ങൾ വെച്ച്. വേദം എടുത്ത് അതിന്റെ അർത്ഥം വായിച്ചാണല്ലോ നമുക്ക് ഉറക്കം വരും. അതുകൊണ്ടാണ് 4 വേദങ്ങളും വാങ്ങി വെച്ചിട്ടുണ്ട് ടീച്ചറെ. എത്ര കൊല്ലായി? 5 കൊല്ലായി. തുറന്നു ഇല്ല, അതിങ്ങനെ തൊട്ട് തൊഴും. അങ്ങനെയല്ല, ഗ്രന്ഥങ്ങൾ തുറക്കുമ്പോഴേ ഹൈന്ദവൻ നന്നാവും. ഓരോ ഗ്രന്ഥങ്ങളിലുമുള്ള കാര്യങ്ങൾ അങ്ങനെ അറിയുമ്പോൾ എന്തൊരു സുഖാണോ. പക്ഷെ അതെല്ലാവർക്കും സാധിക്കില്ല. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിട്ട് ആ അറിവിനെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതാണ് ആചാര്യൻ. ഗുരു ഇല്ല ടീച്ചറെ, പലരും പരാതിയാ. ഭഗവാൻ എന്താ പറഞ്ഞു ഉദ്ധവനോട്? ജിജ്ഞാസുവും വിചാരശീലനുമായ ഒരു വ്യക്തിക്ക് താൻ തന്നെയാണ് ഗുരുനാഥൻ. ഉദ്ധവ അപ്പൊ എന്താ, നമ്മളെന്നെ ഉദ്ധവൻ. നമ്മൾ ശ്രമിക്കണം. എത്ര ഗുരു ഉണ്ടായിട്ടെന്താ? പിന്നെ ഭഗവാനിക്കാണ് കേടാന്ന് പറഞ്ഞാൽ അതിനൊരു ഗുരു, അത് ലഘുവല്ല, കുറച്ച് കണ്ണുള്ളതാണ് ഈ ഗുരു എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ ഗുരുക്കന്മാരെ ആദ്യം തന്നെ ദക്ഷിണാമൂർത്തിനെ സ്തോത്രം ചൊല്ലി എല്ലാ ഇതിലും ഉയർന്നു നിൽക്കുക. വിദ്യകളിലും ദക്ഷിണാമൂർത്തി അങ്ങനെയാ വരേണ്ടത്. കാരണം നമ്മൾ ഹിന്ദു ആയിട്ട് 4 ശ്ലോകം ചെല്ലാൻ അറിഞ്ഞില്ലെങ്കിൽ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലധർമ്മം മാം ച പാലയ പാലയ, ഇത് കണ്ണടച്ച് ചൊല്ലുമ്പോഴല്ലോ വിളക്കാൻ നോക്കുക. നിങ്ങൾ ഏതൊക്കെ മാറ്റങ്ങൾ വരുത്തണം. വിളക്ക് എപ്പോഴും തലയിൽ വെക്കാൻ ശ്രമിക്കുക. വാങ്ങിക്കുക. ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്താൽ മതി. നമ്മളെത്ര തട്ട് വാങ്ങിയിട്ട് അവിടെ വീട്ടിൽ വെച്ചിട്ട് എന്താ കാര്യം? ആരെങ്കിലും കാണും അവിടെ വന്നാല് ഭഗവാൻ അത് അതപ്പൊ എന്റെ വിളക്ക് വെക്കാൻ ഒരു തട്ട് കൊടുക്കുന്നതൊക്കെ ചിന്തിക്കും. അപ്പൊ യജ്ഞം സമർപ്പിക്കുക. ഇപ്പൊ ഈ കേട്ടതാണ് സത്സംഗം, ജ്ഞാനയജ്ഞം. ജീവിതത്തിൽ എത്തിപ്പെടേണ്ടത് ഇങ്ങനത്തെ യജ്ഞവേദികളിലാണ്. പക്ഷെ എന്ത് യജ്ഞം നടത്തിയാലും അതിൽ ചുടി തെറ്റുകൾ ഉണ്ടാവുന്ന നമ്മള് ദേവന്മാരല്ലോ, മനുഷ്യരല്ലേ. അപ്പൊ അതാണ് ഗ്രന്ഥം തുറക്കാതെ. ഇനിയിപ്പോ കർക്കിടമാസത്തില്ല, അയ്യോ തെറ്റിയാലോ ടീച്ചറെ, അവസാനം ചെയ്താൽ അവരൊക്കെ സമർപ്പിക്കലേ. ഭഗവാനെ സമർപ്പിച്ചു. തെറ്റും ശരിയും പുണ്യം ഭാഗവത ഭഗവാനെ ഇവിടെ ഇരിക്കുന്നു, ഞാൻ പോവാണ് കേട്ടോ. അപ്പൊ പിന്നെ ഒരു കുഴപ്പമില്ല. അല്ലാതെ പണ്ടൊരാൾ മുത്തശ്ശി പറഞ്ഞു രാമായണം പട്ടണിക്കരുത്. അപ്പൊ എന്ത് വിചാരിച്ചു? നിന്നെ വേണ്ട, നല്ല പട്ടണി. എന്താ പറഞ്ഞേ? നമ്മളെ കൂടിയിരിക്കുമ്പോ ഗൃഹപ്രവേശം ചെയ്യുമ്പോ ഗ്രന്ഥവുമായിട്ടാണ് കയറേണ്ടത്. ഗ്രന്ഥം ഉണ്ടായിരിക്കണം ഒരു വീട്ടില്. ആ ഗ്രന്ഥത്തിലെ ഒരു പേജെങ്കിലും ഇന്നും തുറക്കണം. ഒരു പേജ് വായിക്കാൻ എത്ര സമയം വേണ്ടു? മായാ നിർമ്മിതമായ കനകമൃഗം കണ്ടു മായാ സീതയും രാമചന്ദ്രനോട് ചെയ്ത. ഇങ്ങനെ ചൊല്ല 10 വരിയല്ലേ ചൊല്ലാനുള്ളൂ. എന്ത് സുഖം. ഇനി ഞാൻ സമർപ്പിക്കുകയാണ്. എത്രയായി? ഓം കായേന വാചാ മനസേന്ദ്രിയേർവാ
യാത്മനാവ പ്രകൃതിർ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി നാരായണായേതി സമർപ്പയാമി ജഗദംബികായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാ ഗോബ്രാഹ്മണേഭ്യः ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുഖിനോ ഭവന്തു.